ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്കൂൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ജസ്റ്റ് വിത്ത് ടു തിങ്സ്, വൺ A4 ഷീറ്റും പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ. പിന്നെ ഞാൻ പ്ലേറ്റിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കോക്കനട്ട് ഓയിലിൻ്റെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. സോ പിന്നെ ഞാൻ പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് അതിൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരുടെയും ക്ലീനായി സ്പ്രെഡ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ ചേഞ്ച്. ബിക്കോസ് അത് ഫുൾ ട്രാൻസ്പെറൻറ്റായി, ഫുൾ ക്ലിയർ ട്രാൻസ്പെറൻറ്റായി. സോ ഇനി നമുക്ക് ഈ സൈഡ്സ് മാത്രം കംപ്ലീറ്റ് ചെയ്യാണ്ട്. സോ ഈ സൈഡ്സ് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. കണ്ട ഗൈസ്, ഇത് ഭയങ്കര നല്ല ട്രാൻസ്പെറൻറ്റ് ആയി. നമുക്ക് ഈ ബെൻറ്റിൻ്റെ ആ പിന്നിലത്തെ ഇതും പോലും നമുക്ക് കാണാൻ പറ്റി. സോ നന്നായിട്ട് ഇത് ചെയ്തു. കൈയൊക്കെ ഭയങ്കര ഓയിലി ആവും ഉണക്കി ചെയ്താൽ. പിന്നെ നമുക്ക് ഫുള്ളും എടുത്തിട്ടില്ല, ഇനി ഒരു ഭാഗം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. സോ അത് ചെയ്തിട്ട് നോക്കാം. അതും ചെയ്ത് കഴിഞ്ഞ് കണ്ട ഗൈസ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്ന്. ജസ്റ്റ് 0 rupees നമുക്ക് വീട്ടിൽ തന്നെ ഹോം തിങ്സ് വെച്ച്, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് സ്കൂൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ സാധനം ഉണ്ടാക്കാം. സോ വെളിയിൽ നിന്ന് വാങ്ങിയേ വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഉണക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അത്ര വെയിറ്റ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെപ്പോലെ ഞാനും അത്ര വെയിറ്റ് ചെയ്യില്ല. എന്നെപ്പോലെ ഈ അയണിങ് ബോക്സിൽ ഞാൻ വെച്ചത് കോട്ടൺ ലിനനാണ്. അതിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങനെ അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേഗം തന്നെ ഡ്രൈ ചെയ്ത് കിട്ടും. നമുക്ക് വെയിറ്റ് ചെയ്യാനും വേണ്ട. 2 മിനിറ്റിലൊക്കെ ഡ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഗൈസ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. ഫസ്റ്റ് നമുക്ക് പീസസ് ആക്കണം. ഞാൻ ക്യൂബാക്കി എടുത്തു. ടോട്ടൽ 12 ക്യൂബ്സ് ഉണ്ടായിരുന്നു. എനിക്ക് 12 തന്നെ ധാരാളമായി. സോ അതിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇത് ഇനി നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇത് ഒട്ടിക്കണം. ഗ്ലൂ വെച്ച് നന്നായി ഒട്ടിച്ചിട്ട് ആ രണ്ടാമത്തെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്ത് അതിനെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി ഞാൻ എങ്ങനെ ചെയ്യാൻ കാണിച്ചില്ല. ഫസ്റ്റ് കുറച്ച് ഗ്ലൂ ആ ടോപ്പ് ഭാഗത്ത് മാത്രം തേച്ചിട്ട് അത് നല്ല കൈ വെച്ച് സ്പ്രെഡാക്കി കൊടുത്തിട്ട് അടുത്ത ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് അതിന് മുകളിൽ വെക്കാം. ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാത്തിനും ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ട ഗൈസ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെക്കാം. ഹാർട്ട് ഷേപ്പിൽ ചെയ്യാം, സ്ക്വയർ ഷേപ്പിൽ ചെയ്യാം, എന്ത് ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്യാം, സർക്കിൾ ഷേപ്പിൽ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു എന്തെങ്കിലും ഷേപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചു. സോ ജസ്റ്റ് ആ സൈഡ് ഭാഗത്ത് മാത്രം കർവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. സോ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്കൊന്ന് ട്രേസ് ചെയ്ത് നോക്കിയാലോ. ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഒരു ബയോളജി ടെക്സ്റ്റിൻ്റെ ഒരു നോട്ടാണ്. സോ അത് നമുക്കൊന്ന് കീറിച്ചെടുത്തപ്പോൾ കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗം എടുക്കാം. ഞാൻ ഗ്ലൂ എടുത്തുകൊണ്ട് കുറച്ച് ഡാമേജ്, എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്ക് ആ ഭാഗത്ത് മാത്രം ഗ്ലൂ ഒട്ടിക്കായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേണ്ട. പിന്നെ അതിനാണ് വേണ്ടി ട്രേസ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ട്രേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ത് വീഡിയോ വേണമെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഭയങ്കര സൂപ്പറായി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.